ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ഒരു മുട്ട പൊരിച്ചതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയ്ക്ക് മുന്നേ വേണിച്ചാൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത്തിൽ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മാത്രമാണ് ഞാൻ അടുത്ത പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ഞാൻ 3 എഗ്ഗാണ് കേട്ടോ പൊട്ടിച്ചൊഴിക്കുന്നത്. നിങ്ങൾക്ക് എത്ര എഗ്ഗ് വേണോ അതിനനുസരിച്ചിട്ട് എഗ്ഗ് എടുക്കാം കേട്ടോ. പുട്ട ചോദിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ആക്കി എടുത്താലും മതി. നല്ല ലൂസാക്കി എടുക്കണേ. ഇത് നല്ല ലൂസായിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു ഉള്ളി നല്ല ചോപ്പറിലിട്ടിട്ട്, അത് ചെറിയ ചോപ്പറാട്ടോ, അതിലിട്ടൊന്ന് ചോപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ ചെറുതാക്കിയിട്ട് അരിയാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുത്താലും മതി. ഞാനിപ്പോൾ ഒരു തക്കാളി അല്ലെങ്കിൽ ഒരു പച്ചമുളക് അങ്ങനെ ചെറിയ ക്വാണ്ടിറ്റി ഉള്ളതാണെങ്കിൽ ഞാൻ അതിൽ ഇട്ടിട്ടാണ് കേട്ടോ ആക്കിയെടുക്കുക. അല്ലെങ്കിൽ അങ്ങനെ നല്ല നൈസായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താലും മതി കേട്ടോ. അതിനുശേഷം 3 ചെറിയൊരു പച്ചമുളക് ഞാനിതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഒരു 2 തണ്ട് മല്ലിച്ചപ്പാണ്. ഇനി മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആഡ് ചെയ്യണ്ട കേട്ടോ. ചിലർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ അത് ആഡ് ചെയ്യണ്ട. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നല്ല മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂണ് പച്ചവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഓംലേറ്റിന് നല്ലൊരു സോഫ്റ്റ് കിട്ടും കേട്ടോ, നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും. ഇനി നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് ചെയ്തിട്ട് ഓംലേറ്റ് നല്ല സോഫ്റ്റ് പോലെ കിട്ടും കേട്ടോ. നല്ല മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ടല്ലാതെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണോളം ചിക്കൻ മസാല പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഓംലേറ്റിന് ഉണ്ടാവുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ആ മസാലയൊക്കെ നന്നായിട്ട് അതിൽ മിക്സാക്കി കട്ടൊന്നുമില്ലാതെ നല്ല ലൂസാക്കി എടുക്കുക. നമ്മൾ ഈ ബീറ്റ് ചെയ്യുന്നതിലാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് എടുക്കുക ഓംലേറ്റിൻ്റെ. നമ്മൾ തട്ടുകടയിലൊക്കെ അവരിങ്ങനെ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ ഈ കട്ടില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ഓംലേറ്റ് കിട്ടും അതുപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി ഒന്നുമില്ല, പാൻ ചൂടാക്കിയതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ച എഗ്ഗിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് തന്നെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചോറിൻ്റെ കൂടെ ഒരു ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഇത് ജസ്റ്റ് സാൻഡ്വിച്ച് പോലെ നമുക്ക് മടക്കിയിട്ട് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട. ഈ ഒരു മസാല ഓംലേറ്റ് ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. ഫ്ലെയിം എപ്പോഴും മീഡിയം ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ അതാ ഒരു സൈഡായിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. 3 എഗ്ഗ് എടുത്തത് ഒരൊറ്റ ട്രിപ്പിളാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കട്ടി ഉണ്ടാകും നമ്മുടെ ഓംലേറ്റ്. അപ്പോൾ നമ്മൾ മെല്ലെ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മെല്ലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. മീഡിയത്തിൽ തന്നെ ഫ്ലെയിം ഇടുക. 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആണെങ്കിൽ ചപ്പാത്തിക്ക് വേറെ കറി ഉണ്ടാക്കാൻ നിൽക്കണ്ട. നമുക്ക് ജസ്റ്റ് ഇത് കട്ട് ചെയ്ത് സാൻഡ്വിച്ച് പോലെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടത്. എല്ലാത്തിനും അവിടെ ചോറിൻ്റെ കൂടെ ആണെങ്കിലും അതെ. ഇപ്പം നമ്മൾ മറിച്ചിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മാറ്റാം. ഞാനിപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയാണ് കിട്ടാൻ കഴിക്കുന്നത്. ചോറ് എടുത്തിട്ടുണ്ട്, നല്ല ചൂട് ചോറ്. അതിൻ്റെ കൂടെ ഈ ഒരു ഓംലേറ്റും കൂടി വെച്ചിട്ട് നമുക്ക് വേറെ ഒന്നും വേണ്ടിട്ട ആ ഓരോ ഓംലേറ്റും കൂടിയിട്ട് നമുക്ക് കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാം. ദോശയുടെ കൂടെ ആണെങ്കിലും നിങ്ങൾക്കത് ഒരു മടക്കി വെച്ച് ദോശയുടെ ഉള്ളിൽ വെച്ച് നമുക്ക് മടക്കി സാൻഡ്വിച്ച് പോലെയൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്ര നമ്മൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.